എന്നുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പണിയെല്ലാം കഴിഞ്ഞ് എല്ലാ ബാഗെല്ലാം പാക്ക് ചെയ്തു. നമ്മൾ ഇന്ന് ഇവിടെ ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു ഹൈറ്റ്സ് ഓഫ് എബ്രാഹിം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ കണ്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തൊടുപുഴക്കാരി. അവ ഇവിടെ ലൈറ്റ് ഇട്ടും ഓഫ് ഓണും ചെയ്ത് കളിച്ചോണ്ടിരിക്കുക കേട്ടോ. അതാണ് നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ഡിമ്മ് ഇല്ലെങ്കിൽ ഇത് കണ്ടോണ്ടിരിക്കുന്നത്. അവ പിന്നെ പോകാനെല്ലാം പാക്ക് ചെയ്ത് കയ്യിലൊക്കെ പിടിച്ചത് ഇവിടെ നിൽപ്പുണ്ട്. യു ആർ ഡൺ? അപ്പം ഞങ്ങൾ നിന്ന് വീടൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളി ഒരു സാധനമുണ്ട്. അതിൻ്റെ നേരെ കീഴ് വരുന്നത് ഇവിടെ ഒരു ടോയ്ലറ്റ്. അജേശ്വരൻ എന്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അവിടെ തപ്പ് ഏതാണ്ടൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം നല്ലൊരു ലിവിങ് റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതവിടെ കിച്ചൺ. പിന്നെ ഇതാണ്ടേ ഇവിടെ ബെഡ്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. കുക്കിംഗ് മീൻസ് കിച്ചണും ബെഡ്റൂമും എല്ലാം ഒറ്റയടിക്കുക. സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണല്ലോ. പിന്നെ ഇവിടെ നല്ല വലിയൊരു വിൻഡോ ഉണ്ട്. അത് ഫുൾ വിൻഡോ കേട്ടോ. അപ്പോൾ ഈ വീട്ടിലായിരുന്നു കേട്ടോ നമ്മൾ നിന്നത്. അപ്പോൾ അതെ നമ്മളിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഷെഫീൽഡിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് കീയൊക്കെ സബ്മിറ്റ് ചെയ്ത് നമ്മളിനി പോകുന്നത് ഹൈറ്റ്സ് ഓഫ് എബ്രാഹിം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഞാൻ റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് കണ്ട് ഒരുപാട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാട്ടോ ഈ ഹൈറ്റ്സ് ഓഫ് എബ്രാഹിം. ഈ പോകുന്ന വഴിയും അതായത് ഈ നമ്മൾ പോകുന്ന ഹൈറ്റ്സ് ഓഫ് എബ്രാഹിം പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ പാട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയും കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ കണ്ട ഒരു സ്ഥലത്ത് ഞാൻ ചെറുതായിട്ട് ഇറങ്ങിയെന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടും. ഒട്ടും മടുക്കത്തില്ലാത്ത രീതിയിലുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ ഹൈറ്റ്സ് ഓഫ് എബ്രാഹിം പോകുന്ന വഴിക്ക് നമ്മളിവിടെ ചാറ്റ്സ്വർത്ത് എന്ന് പറഞ്ഞൊരു ഹൗസും അതിന് ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇത് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ വന്ന വഴിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കയറാനൊരു ആഗ്രഹം. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ബസ് ടൂറും ഉണ്ട് അങ്ങോട്ട്. നമ്മൾ വിചാരിച്ചൊന്ന് പെട്ടെന്ന് കവർ ചെയ്യാമല്ലോ ബസ്സിൽ പോവുകയാണെങ്കിൽ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം, പെട്ടെന്ന് കാര്യം തീരുകയും ചെയ്യും, നടക്കുകയും വേണ്ട. അപ്പോൾ നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് അതിൽ പോയിട്ട് അപ്പോൾ അതിശേഷം പാർക്കിങ്ങിന് ടിക്കറ്റ് എടുക്കാനൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ചാറ്റ്സ്വർത്ത് ഹൗസും അവിടുത്തെ കുറച്ച് ഏരിയയൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അപ്പർ ഡെക്കിൽ എടുക്കുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനാണ് ഇഷ്ടം. താഴെ ഇരുന്ന് കാഴ്ചകൾ കണ്ട അത്ര സുഖമില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഇരിക്കുന്നത് അപ്പർ ഡെക്കിൽ തന്നെ ആയിരിക്കും. പിന്നെ ഈ ബസ്സിന് വരുന്നത് ഏകദേശം 19 പൗണ്ടാണ് ഒരാൾക്ക് വരുന്നത്. ഇത് ഇന്നത്തെ ദിവസം മൊത്തം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കുറേ പീക്ക് ഡിസ്ട്രിക്റ്റ് അതുപോലെ ചാറ്റ്സ്വർത്ത് അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ അവിടേക്ക് ഇറങ്ങി നമുക്ക് ഇഷ്ടമുള്ളത്ര സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വരുന്ന ബസ്സിൽ കയറിപ്പോയാൽ മതി. അതുകൊണ്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടൂറാട്ടോ ഇങ്ങനെ ഈ ബസ്സിൽ പോകുന്നത്. 16th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്ത ഒരു ഹൗസ് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചാറ്റ്സ്വർത്ത് ഹൗസ് എന്നാണ് ഈ ഹൗസിൻ്റെ പേര്. നിങ്ങൾ ഈ മുമ്പിൽ കാണുന്ന കേട്ടോ ചാറ്റ്സ്വർത്ത് ഹൗസ്. 1553 ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു ഹൗസാണ് ഇത്. ഡൂക്ക് ഫാമിലിയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതും അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് ഒരു ബംഗ്ലാവ് എന്ന രീതിയിലാണ് ഇവരിത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇത് കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്ത് ഇങ്ങനെ തലമുറകളായി മാറി മാറി ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു 12ാമത്തെ തലമുറയിലാണ് ഇപ്പോൾ ഇതെത്തി നിൽക്കുന്നത്. പിന്നെ ഇവരിത് പണിത പോലെ അല്ല കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം 6ാമത്തെ തലമുറ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ഇതിലേക്ക് ഒരു പുതിയ വിങ് ആഡ് ചെയ്തു. അതുപോലെ നല്ലൊരു ഗാർഡൻ, ഫൗണ്ടൻ, പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള ഭയങ്കര വിലപിടിപ്പുള്ള കുറേ ആർട്സും അതുപോലെ അതിനെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ പുള്ളി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പോകെ വേൾഡ് വാർ 2 ശേഷം ഇവർ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തായിരുന്നു ഈ ചാറ്റ്സ്വർത്ത് ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ 1949 ആയപ്പോഴത്തേക്കും ഇവരിത് പബ്ലിക്കലി ഓപ്പൺ ചെയ്തു. മീൻസ് പബ്ലിക്കിന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി, അതും ടിക്കറ്റ് വെച്ചിട്ട്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ചാറ്റ്സ്വർത്ത് ഹൗസ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഈ കാണുന്ന ഫോട്ടോ ഇവിടുത്തെ ഓരോ തലമുറയിലെ ഫോട്ടോസാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ 12 തലമുറയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതിലെ ഓരോ അംഗങ്ങളുടെ പേരും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഈ ബോർഡിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഈ ചാറ്റ്വർത്ത് ഹൗസിൻ്റെ അകത്ത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ലോട്ടിൽ അവിടെ സ്പേസും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞിറങ്ങാൻ ഏകദേശം 2-3 മണിക്കൂർ എടുക്കും. പക്ഷെ നമുക്ക് ഹൈറ്റ്സ് ഓഫ് എബ്രഹാം പോകുന്നതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ അവിടെ ഉപേക്ഷിച്ച് കുറച്ച് നേരം അതിൻ്റെ ചുറ്റുപാടും ഒക്കെ കണ്ടു നടന്നിട്ട് ഒരു കഫേയിൽ കയറി അവയ്ക്ക് ഒരു ഐസ്ക്രീമും വാങ്ങിക്കൊടുത്ത് നമ്മളിത് അടുത്ത ബസ്സിൽ കയറി തിരിച്ചു പോകും. പക്ഷേ ഇത് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ഞാൻ വന്ന് ഇതിൻ്റെ അകം ഒന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇതിൻ്റെ ആർക്കിടെക്ചർ ലെവലാണേലും പിന്നെ ഗൂഗിളിലാണേലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കിട്ടുന്ന എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാട്ടോ. അതുകൊണ്ട് എപ്പോഴെങ്കിലും എനിക്കൊന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ ചാറ്റ്സ്വർത്ത് ഹൗസിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമുക്കിനി നേരെ ഹൈറ്റ്സ് ഓഫ് എബ്രഹാമിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ചാറ്റ്സ്വർത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഹൈറ്റ്സ് ഓഫ് എബ്രഹാം പോയിക്കൊണ്ടിരിക്കട്ടോ. നല്ല രസമുള്ള സ്ഥലമായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരത്തിൽ നടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയാൻ സമയമില്ലാത്തതുകൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം വരും. കാരണം ഒരു ദിവസം അവിടെ തന്നെ സ്റ്റേ ചെയ്ത് അതിൻ്റെ അടുത്ത് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് സ്റ്റേ ചെയ്യാനൊക്കെ. സ്റ്റേജ് ഇത് കുറച്ച് നേരം ഇതിനൊക്കെ കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. അവ വണ്ടി കയറിയത് ഉറങ്ങി. ഇവിടെ ഇപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി ചേട്ടനോട് പെട്രോൾ അടിക്കാണ്ടിരിക്കാം, പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയത്. അപ്പോൾ നമുക്കിനി ഹൈറ്റ്സ് ഓഫ് എബ്രഹാം ചെന്നിട്ട് കാണാം. അത്യാവശ്യം നല്ല പ്ലേസാണ് ഞാൻ കണ്ടതും എൻ്റെ വീഡിയോസൊക്കെ കണ്ടത്. നമ്മൾ ഹൈറ്റ്സ് ഓഫ് എബ്രഹാം പോണ വഴിക്ക് എത്തിയിട്ട് ഇനി ഇവിടെ നമ്മൾ കേബിൾ കാർ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇപ്പം അങ്ങോട്ട് പോവാം. പാർക്കിംഗ് കിട്ടാൻ കുറച്ച് താമസമായിരുന്നു. കുറേ പ്രാവശ്യങ്ങളൊന്ന് കറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവിനെ എഴുന്നേപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി പാർക്കിംഗ് ഒക്കെ ചെയ്തു. നമുക്കിനി കേബിൾ കാർ എടുക്കാൻ പോകാം. അങ്ങനെ നമ്മൾ കേബിൾ കാർ എടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇവിടെ വരുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ വരാൻ നോക്കുക. ഏകദേശം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുവാണെങ്കിൽ വളരെ നല്ലത്. കാരണം പാർക്കിംഗ് കിട്ടാൻ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വന്നത് ഒരു വർക്കിംഗ് ഡേ ആണെങ്കിൽ തന്നെയും ഇവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. അതുപോലെ തന്നെ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് എല്ലാവരും വരിക. ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ടും എടുക്കാം, അല്ലാതെ എടുക്കാം. നമ്മളിവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഇവിടെ ടിക്കറ്റിന് ഏകദേശം വരുന്നത് 28 പൗണ്ടാണ് ഒരാൾക്ക്. പിന്നെ NHSൻ്റെ ബ്ലൂ കാർഡാണെന്ന് തോന്നുന്നു എനിക്ക് പറയുന്നത്. NHS കാർഡുള്ളവർക്ക് ഇവിടെ ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. എത്ര ഡിസ്കൗണ്ട് എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ അജീഷിടം പോയി ടിക്കറ്റ് എടുക്കുക. ഈ സമയത്ത് അവി അവിടെ നിന്ന് കേബിൾ കാർ കണ്ടിട്ട് നമുക്കതിൽ കയറാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അജീഷിടം ടിക്കറ്റ് എടുത്തിട്ട് വന്നു. ഞങ്ങൾ നേരെ പോയി ഇനി കേബിൾ കാറിൽ കയറാൻ പോവുക. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേബിൾ കാറിൽ കയറുന്നത്. ഞാൻ മാത്രമല്ല, അജീഷ് ചേട്ടനും അവിയും എല്ലാവരും ഞങ്ങൾ ആദ്യമായിട്ടാണ് കേബിൾ കാറിൽ കയറാൻ പോകുന്നത്. താഴെ നിന്ന് കേബിൾ കാർ കണ്ട് അമ്മേ വാ നമുക്കിതിൽ കയറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് കേബിൾ കാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തുകൊണ്ടാണ് കേബിൾ കാർ കയറ്റിയത്. ആദ്യമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അള്ളി പിടിച്ചിരിക്കുമായിരുന്നു പേടി എടുത്തിട്ട്. പിന്നെ കേബിൾ കാർ പയ്യൊന്ന് മൂവ് ആയി തുടങ്ങി. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ പേടിയൊക്കെ പയ്യെ കുറയാൻ തുടങ്ങി. പിന്നെ പയ്യെ പയ്യെ കൂളായിട്ട് വന്നു.
ആദ്യമായിട്ടോ കേബിൾ കാറിൽ കയറണം. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. വ്യൂ ആണെങ്കിലും നല്ല അടിപൊളി വ്യൂ ആണ്. ഒരാളെ കണ്ടില്ലേ, മങ്കി കുഞ്ഞുങ്ങൾ അമ്മനെ പിടിച്ചിരിക്കില്ല, അതുപോലെ പേടിച്ചിരിക്കണോ. പയ്യെ പയ്യെ പോകും. അങ്ങനത്തെ നല്ലൊരു കേബിൾ കാർ റൈഡിന് ശേഷം നമ്മൾ ഹൈറ്റ്സ് ഓഫ് എബ്രാഹത്തിൽ എത്തി. ഇവിടെ വന്നു കഴിഞ്ഞത് അവി ആദ്യം കണ്ടുപിടിച്ചത് പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം. കാരണം അവരുടെ ഫ്രണ്ടിൽ തന്നെ അതുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിനെ വേറെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചാലും വരത്തില്ല. അപ്പോൾ കുറച്ച് നേരം അവി പോയി കളിക്കട്ടെ. പിന്നെ ഈ ഹൈറ്റ്സ് ഓഫ് എബ്രാഹം വരുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ്, അതും വൈറ്റ് പീക്കിൽ വരുന്നത്. ഇവർ പീക്ക് ഡിസ്ട്രിക്റ്റിന് തന്നെ ബ്ലാക്ക് വൈറ്റ് എന്ന് തിരിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ കല്ലിൻ്റെ കളർ വെച്ചിട്ടാട്ടോ ഇവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. വൈറ്റിൽ വരുന്നത് കൂടുതൽ ലൈം സ്റ്റോൺസ് ആണ്. ഇവർ പറയപ്പെടുന്നത് ഈ സ്ഥലം ഒക്കെ 350 മില്യൺ ഇയേഴ്സിന് മുമ്പ്, അതായത് കാർബിബോറസ് എന്ന പീരീഡിൽ ഉണ്ടായത്. അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ ഒരു പീരീഡിലാണ് ഈ സ്ഥലമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെ കുറേ ലൈം സ്റ്റോൺസും, അതായത് ലെഡ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ റോമൻ ടൈം ആയപ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ വന്ന് ഈ ലെഡ് എല്ലാം മൈനിങ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഇങ്ങോട്ട് മീൻസ് ഈ ഒരു ഏരിയയിലേക്ക് എന്താ പറയുക, ആൾക്കാർ താമസിക്കാൻ വന്നതിന് മെയിൻ കാരണം ഈ ലെഡ് മൈനിങ് ആയിരുന്നു. ഇവിടെ തന്നെ 2 കേവ് ഉണ്ട് ഈ ലെഡ് മൈനിങ്ങിന് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ. അപ്പം കുറേ നേരം അവിനെ കളിക്കാൻ വിട്ടിട്ട് നമ്മൾ ഇനി പോകുന്നത് ഈ മൈനിങ്, അവർ ലെഡൊക്കെ മൈനിങ് ചെയ്തുകൊണ്ടിരുന്ന കേവ് കാണാൻ വേണ്ടിയാട്ടോ. ഇവിടെ 2 കേവാണ് ഉള്ളത്. ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറയുന്നത് അവർ റോമൻ ടൈമിൽ ഇവർ ലെഡ് മൈനിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആണുങ്ങളെല്ലാവരും ലെഡ് മൈനിങ് ചെയ്തു. അതായത് ഏകദേശം 6 വയസ്സ് മുതലുള്ള ആൾക്കാർ കുട്ടികൾ മുതൽ ഇവർ ലെഡ് മൈനിങ്ങിന് വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അങ്ങനത്തെ ലെഡ് മൈനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ത്രീകളാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദ ഹാർഡ് വർക്കും ചെയ്തുകൊണ്ടിരുന്നത് ലേഡീസ് ആയിരുന്നു. അതായത് ലെഡ് ഈ മണ്ണിൽ നിന്ന്, അതായത് കല്ലിൽ നിന്ന് പൊടിച്ച് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്ത് എല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലേഡീസ് 35 വയസ്സ് വരെയാണ് അവർ മാക്സിമം ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അവർ. കാരണം ഈ ലെഡുമായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റ് കാരണം അവർക്ക് അസുഖം വരും. പിന്നെ അവരുടെ എന്താ പറയുക, നെയ്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടന്നു പോകുമായിരുന്നു എന്നൊക്കെയായിരുന്നു കേട്ടോ പറയപ്പെടുന്നത്. അങ്ങനെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കേവ് എന്താ പറയുക, ഈ കേവിൻ്റെ അകത്തോടെ നടന്നു പോകുന്ന അവർ പറയും, എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇതായിരുന്നു ലെഡ് മൈനിങ് എന്ന് പറയുന്നത്. പിന്നീട് എന്താ പറയുക, സമയം പോകുന്തോറും ലെഡിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അതിനെ റീപ്ലേസ് ചെയ്ത് വേറെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇവർ ഈ മൈനിങ്ങും കാര്യങ്ങളും മീൻസ് അവർക്ക് ഒരുപാട് എഫേർട്ട് എടുത്തത് ചെയ്യുന്നതാണ്. പിന്നെ അവരിത് ഈ പരിപാടിയൊക്കെ നിർത്തി വേറെ കാര്യങ്ങളൊക്കെ ആയിട്ടോ ചെയ്യലൊക്കെ. അങ്ങനെ കേവിൻ്റെ അകത്തോടെയുള്ള യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നിറങ്ങുന്നത് ഈ ഒരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ്. ഹൈറ്റ്സ് ഓഫ് എബ്രാഹം നിൽക്കുന്നത് മാറ്റ്ലോക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഈ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കാരണം ഈ സ്ഥലം അറിയപ്പെടുന്നത് ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് എന്നാട്ടോ. 1780 ആദ്യമായിട്ട് ഹൈറ്റ്സ് ഓഫ് എബ്രാഹം പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. ആ സമയത്ത് ഇങ്ങോട്ടൊരു റെയിൽവേ സ്റ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് 1849 മാറ്റ്ലോക്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതിനുശേഷമാണ് ഹൈറ്റ്സ് ഓഫ് എബ്രാഹം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറുന്നത്.
പിന്നെ നമ്മൾ അവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, ഇവിടുത്തെ ഇങ്ങനെ സ്റ്റോൺസും കാര്യങ്ങളും ഒക്കെ വാങ്ങാനായിട്ടുള്ളത്. നമ്മളിവിടുന്ന് ഒരു മീൻസ് എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള കളറിലുള്ള സ്റ്റോൺ വാങ്ങിക്കാം. അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ തന്നെ കീ ചെയിൻസ്, എന്താ പറയുക, ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള പല വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. പിന്നെ എന്താ പറയുക, ഷോർട്ട് പീസസ്, അതുപോലെ തന്നെ മാല, കമ്മൽ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആണെങ്കിൽ അവിടെ നിന്ന് എടുത്തത് ഈ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ലെഡ് മൈനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗാലനോ എന്ന് പറയുന്ന സാധനമാണ് ഇവരിത് മൈൻ ചെയ്തെടുക്കുന്നത്. ഈ സാധനം ഓർമ്മ നമ്മൾ വാങ്ങിച്ചായിരുന്നു ഇവിടുന്ന്. പിന്നെ അവിടെയെല്ലാം കുറേ നേരം കണ്ടു കഴിഞ്ഞ് നടന്നു. പിന്നെ വന്നതാണ് ഞങ്ങൾ ഈ ടവർ ബ്രിഡ്ജ് കാണാനായിട്ട്. ഇതൊരു രക്ഷയില്ല കേട്ടോ, ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ. ഈ ഒരു എന്താ പറയുക, കുറേ ഏരിയ തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ആകാശമൊക്കെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. അതുപോലെ നല്ലൊരു വ്യൂ ആയിരുന്നു ഇത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ലെഡ് ഇവരെങ്ങനെയായിരുന്നു ഫിൽറ്റർ ചെയ്ത് ഇങ്ങനെ ഓരോ പ്രോസസ്സിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ. അങ്ങനെ അവിടെ മൊത്തം നടന്ന് കണ്ടു കേട്ടോ ഞങ്ങൾ. ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു, ഒരുപാട് അപ്പ് ആൻഡ് ഹിൽസ് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു എന്താ പറയുക, ഇങ്ങനെ കുന്നായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ കയറ്റം കയറുവാണെങ്കിൽ അതൊരു സ്റ്റീപ്പ് ഹില്ലായിരിക്കും, ഇറങ്ങുവാണെങ്കിൽ അതുപോലെ തന്നെ താഴത്തേക്ക് നല്ലതായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കയറ്റം ഇറക്കമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നല്ല ടയേർഡാണ്. പിന്നെ പോരാൻ നേരം ആയപ്പോഴത്തേക്ക് അവർക്ക് കേബിൾ കാറിൽ കയറാൻ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അവ തന്നെ കയറും തന്നെ ഇരിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അവൻ്റെ പേടിയൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ 3 ദിവസത്തെ നല്ല അടിപൊളി വെക്കേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഹൈറ്റ്സ് ഓഫ് എബ്രഹാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഹൈറ്റ്സ് ഓഫ് എബ്രഹാം ഒക്കെ കണ്ടു കഴിഞ്ഞിറങ്ങിട്ടോ. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ പോകണമെന്നുള്ളത്. കാരണം കുറേ ഷോർട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പോകണം എന്നുള്ള ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ബോത്തായിരുന്നു. ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാട്ടോ. പിള്ളേരെയും കൊണ്ടാണെങ്കിലും പിള്ളേർക്കും എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ നല്ല, കാരണം മൊത്തം അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഹിൽസ് കയറും ഇറങ്ങുമൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കേവ്സ് ഉണ്ടായിരുന്നു, 2 കേവ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതുപോലെ പിന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ടോപ്പ് ഹില്ലിൽ പോയിട്ട് മൊത്തം വ്യൂ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു അടിപൊളി എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പോയിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കുക, നല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി നമ്മുടെ വീട്ടിലേക്ക് ഒരു ഏകദേശം 3-3.5 മണിക്കൂറുണ്ട് കേട്ടോ. അങ്ങനെ 2-3 ദിവസത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ ഇനി വീട്ടിൽ ചെല്ലട്ടെ. അങ്ങനെ ഈ വർഷത്തെ അടിപൊളി സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലെത്തി. നല്ല ടയേർഡായിട്ടുണ്ട് എല്ലാവരും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.